5ാം ക്ലാസ്സിലെ തജ്വീദിലെ 4ാമത്തെ പാഠം. പാഠം 4 അൽ ഹാ ഉ. ഹാഉകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് പാഠം നോക്കാം. നമുക്ക് കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന ഹാഉകളെ കുറിച്ച് പഠിക്കാം. കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന ഹാഉകളെ കുറിച്ച്, അതായത് പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാഉകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. താഴെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. 3 കോളത്തിലായിട്ടാണ് തന്നിട്ടുള്ളത്. പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന ഹാഉകളെ 3 ആയി തിരിക്കാം. ഹാ ഉ തൈനീസ്, ഹാ ഉ സക്ത, ഹാ ഉൽ ലമീർ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഉദാഹരണം വിശദമായി നോക്കാം. അൽ ഖാരിഅതു മൽ ഖാരിഅ. അൽ ഖാരിഅതു എന്നതിൽ താ ആയി ഉച്ചരിച്ചു. എന്നാൽ മൽ ഖാരിഅ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിച്ചു. ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കുന്നതിനാണ് ഹാ ഉ തഅനീസ് എന്ന് പറയുന്നത്. ഹൽ അതാക ഹദീസുൽ ആഷിയ. ആഷിയ എന്നതിലെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയി ഉച്ചരിച്ചു. വഫാകിഹത്തിൻ കസീറ. ഫാകിഹത്തിൻ എന്നതിൽ താ ആയിട്ടും കസീറ എന്നതിൽ ഹാ ആയിട്ടും ഉച്ചരിച്ചു. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. മഖ്തൂഅത്തിൻ എന്നതിൽ താ ആയിട്ടും മംനൂഅ അതിൽ ഹാ ആയിട്ടും ഉച്ചരിച്ചു. ആമിലത്തുൻ നാസിബ. ആമിലത്തുൻ എന്നതിൽ താ ആയിട്ടും നാസിബ എന്നതിൽ ഹാ ആയിട്ടും ഉച്ചരിച്ചു. ഈ ഹാഉകളെയാണ് ഹാ ഉ തഅനീസ് എന്ന് പറയുന്നത്. 2ാമത്തെ കോളത്തിൽ സക്തയുടെ ഹാഉകളാണ്. മാഹിയ, ഇഖ്തദിഹ്, മാലിയ, ഹിസാബിയ, കിതാബിയ. ഇതിൽ ഓരോ ഹാഉകൾക്കും സുക്കൂനാണ്. ഈ ഹാഉകളെയാണ് സക്തയുടെ ഹാ എന്ന് പറയുന്നത്. 3ാമത്തെ കോളത്തിൽ ലമീറിന്റെ ഹാഉകളാണ്. ലഹു മാ ഫിസ് സമാവാതി വബിഹി യസ്തഅജിലൂൻ ലഹുൽ മുൽക്കു അൻഹു തലഹാ വഇലൈഹിൽ മസീർ. ഇവിടെ ലമീറിന്റെ ഹാഇന്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ, അതായത് അൻഹു തലഹ, ഇവിടെ ലമീറിന്റെ ഹാഇന്റെ മുന്നേ സുക്കൂൻ വന്നു, നൂനിന് സുക്കൂൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഹാഇനെ നീട്ടാതെയും ഇവിടെ വ ഇലൈഹിൽ മസീർ, ലമീറിന്റെ ഹാഇന്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നു. ഹാഇനെ നീട്ടാതെ ഓതണം. എന്നാൽ ലഹു മാ ഫിസ് സമാവാതി വബിഹി യസ്തഅജിലൂൻ ഹർക്കത്താണെങ്കിൽ, മുന്നിലും പിന്നിലും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും ഓതണം. ലഹു മാ ഫിസ് സമാവാതി, ഈ ഹാഇന്റെ മുന്നിലും പിന്നിലും ലാമിന് ഫതഹാണ്, മീമിനും ഫതഹാണ്. ഹറക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഓതണം. എന്നാൽ സുക്കൂനാണെങ്കിൽ, മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ലഹുൽ മുൽക്കു, ഇവിടെ ശേഷം സുക്കൂൻ വന്നു. അൻഹു തലഹ, ഇവിടെ മുന്നേ സുക്കൂൻ വന്നു. മുന്നിലോ പിന്നിലോ അല്ലെങ്കിൽ മുന്നിലും പിന്നിലും. വ ഇലൈഹിൽ മസീർ, മുന്നിലും പിന്നിലും സുക്കൂനാണ്. ഇങ്ങനെ വന്നാൽ നീട്ടാതെയും ഓതണം. ബാക്കി നോക്കാം.
മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഒന്നാമത്തെ കള്ളിയിലെ ഹാഉകളെ തഅനീസിന്റെ ഹാ എന്നും രണ്ടാമത്തെ കള്ളിയിലെ ഹാഉകളെ സക്തയുടെ ഹാ എന്നും മൂന്നാമത്തെ കള്ളിയിലെ ഹാഉകളെ ലമീറിന്റെ ഹാ എന്നും പറയും. തഅനീസിന്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. തഅനീസിന്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. സക്തയുടെ ഹാഇന് എപ്പോഴും സുക്കൂനായിരിക്കും. ലമീറിന്റെ ഹാഇന്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ ഹാഇനെ നീട്ടാതെയും ഹറക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും ഓതണം. എല്ലാ ഹാഉകളും പദത്തിന്റെ അവസാനത്തിലാണ് വരിക. പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാഉകളാണ് 3 വിധത്തിലാണ് ഹാഉ തഅനീസ്, ഹാഉ സക്കത്ത, ഹാഉ ലമീർ. തദ്രീബാത്ത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം എഴുതാം. അതിൽ ഒന്നാമത്തെ, പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാഉകൾ ഏതെല്ലാം? പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാഉകൾ ഏതെല്ലാം? ഹാഉ തഅനീസ്, ഹാഉ സക്കത്ത, ഹാഉ ലമീർ. അതിന്റെ ഉത്തരം ഹാഉ തഅനീസ്, ഹാഉ സക്കത്ത, ഹാഉ ലമീർ. 2. ഹാഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? അതിന്റെ ഉത്തരം ഹാഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ താ ആയി ഉച്ചരിക്കണം. ഹാഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ താ ആയി ഉച്ചരിക്കണം. 3. എപ്പോഴും സുക്കൂനുണ്ടാവുന്ന ഹാ ഏത്? എപ്പോഴും സുക്കൂനുണ്ടാവുന്ന ഹാ ഏത്? അതിന്റെ ഉത്തരം ഹാഉ സക്ത. ഹാഉ സക്ത. ഹാഉ സക്ത എപ്പോഴും സുക്കൂനായിരിക്കും. 4. ഹാഉ ലമീറിനെ നീട്ടേണ്ടത് എപ്പോൾ? ഹാഉ ലമീറിനെ നീട്ടേണ്ടത് എപ്പോൾ? അതിന്റെ ഉത്തരം ഹാഉ ലമീറിന്റെ മുന്നിലും പിന്നിലും ഹറക്കത്താണെങ്കിൽ നീട്ടി ഓതണം. അതിന്റെ ഉത്തരം ഹാഉ ലമീറിന്റെ മുന്നിലും പിന്നിലും ഹറക്കത്താണെങ്കിൽ നീട്ടി ഓതണം. രണ്ടാമത്തെ, ഉദാഹരണം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഹാഉ ലമീറിന്റെ മുൻപ് സുക്കൂൻ വന്നതിന്. ഹാഉ ലമീറിന്റെ മുൻപ് സുക്കൂൻ വന്നതിന്. അതിന്റെ ഉത്തരം അൻഹു തലഹ. അതിന്റെ ഉത്തരം അൻഹു തലഹ. രണ്ടാമത്തെ ചോദ്യം, ഹാഉ ലമീറിന്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന്. മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉദാഹരണമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം വ ഇലൈഹിൽ മസീർ. മുന്നിലും സുക്കൂനാണ്, പിന്നിലും സുക്കൂനാണ്. ഈ യാഇന് സുക്കൂനാണ്, അതിനുശേഷം ലാമിനും സുക്കൂനാണ്. വ ഇലൈഹിൽ മസീർ. മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉദാഹരണമാണ്. 3. നീട്ടി ഓതേണ്ട ഹാഉ ലമീറിന്. നീട്ടി ഓതേണ്ട ഹാഉ ലമീറിന് ഉദാഹരണമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം ലഹു മാഫിസ് സമാവാതി വബിഹി യസ്തഅജിലൂൻ. 2 ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ ഉത്തരം ലഹു മാഫിസ് സമാവാതി വബിഹി യസ്തഅജിലൂൻ. അതിൽ നിന്നും ഒരു ഉദാഹരണം എഴുതിയാൽ മതി. നാലാമത്തെ ചോദ്യം, സക്തയുടെ ഹാ ഇന്ന്. സക്തയുടെ ഹാ ഇന്ന്. അതിന്റെ ഉത്തരം മാഹിയ, ഇക്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒന്ന് എഴുതിയാൽ മതി. അഞ്ചാമത്തെ ചോദ്യം, ഹാഉ തഅനീസിന്. ഹാഉ തഅനീസിന് ഉദാഹരണം എഴുതാം. അതിന്റെ ഉത്തരം അൽ ഖാരിഅതു മൽ ഖാരിഅ, ഹൽ അതാക ഹദീസുൽ ആഷിയ, വഫാകിഹത്തിൻ കസീറ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ആമില
ആമിലത്തുൻ നാസിബ. ഇതിൽ നിന്നും ഇഷ്ടമുള്ളത് എഴുതാം. അടുത്ത ചോദ്യം, തഅനീസിന്റെ ഹാ, സക്കത്തയുടെ ഹാ, ലമീറിന്റെ ഹാ എന്നിവയ്ക്കുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തി പാരായണം ചെയ്ത് ശീലിക്കുക. ഖുർആനിൽ നിന്ന് കണ്ടെത്തി പാരായണം ചെയ്ത് ശീലിക്കുക. 4, ഒരു ചെറു മത്സരമാകാം. 3 തരം ഹാഇൻ്റെയും ഉദാഹരണങ്ങൾ ഒരു ചെറു കടലാസിൽ എഴുതി നറുക്കുകളാക്കുക. അവ കുട്ടികൾക്കിടയിൽ ഓരോന്നായി വിതരണം ചെയ്യുക. കയ്യിൽ കിട്ടിയ നറുക്ക് ഒരാൾ മറ്റൊരാളിലേക്ക് എന്ന രീതിയിൽ കൈമാറുക. ഉസ്താദ് ഇഫ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ള കടലാസ് തുറന്നു നോക്കി അത് ഏത് ഹാഇൻ്റെ ഉദാഹരണമെന്ന് വിളിച്ചു പറയുക. 3 തരം ഹാവുകൾ എഴുതിയിട്ട് ഉസ്താദ് കിഫ് എന്ന് പറയുമ്പോൾ ഏത് ഹാ ആണ് കയ്യിലുള്ളതെങ്കിൽ അത് വിളിച്ചു പറയാം. 3 തരം ഹാവുകൾ പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു മത്സരമാണിത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.